അമ്മമ്മേ, പാല് കറക്കുമ്പോ പശു എന്തിനാ കിടാവിനെ നക്കുന്നത്? അത് മോനി പാല് കുടിച്ചാ അമ്മൂമ്മ പറഞ്ഞു തരാം കേട്ടോ. അയ്യോ, ചൂട്. ചൂടുണ്ടോ? അമ്മൂമ്മ ഇപ്പൊ ആറ്റിത്തരാം. ചേടാ, അതിനിടയ്ക്ക് കടന്നു കളഞ്ഞല്ലോ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പ്രിയ, മോനെ മോനെ. സുജാത കുഞ്ഞോ? സംശയിക്കേണ്ട പാറുമ്മേ, ഞാൻ തന്നെയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞെ. ചേട്ടൻ? പ്രകാശം കുഞ്ഞ് കോളേജിൽ പോയിരിക്കുവാ. അതറിഞ്ഞു തന്നെയാണ് പാറുമ്മേ ഞാനിപ്പോ വന്നത്. ഈ പാവം കുഞ്ഞിനോട് ചെയ്ത തെറ്റിന്റെ ഫലം ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. തലയിലെടുത്ത് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ആ, കുഞ്ഞിവിടെ നിന്ന് ഒരമ്മയെ പോലെ ഇവനെ വളർത്തേണ്ടതായിരുന്നു. ആ പാലിന് തരൂ. കൊള്ളാവല്ലോ. ഞാൻ പാലും കൊണ്ട് പുറകെ നടന്ന് കെഞ്ചിയാ കുടിപ്പിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, കുഞ്ഞു കൊടുത്തപ്പോ ഒറ്റ വലിക്ക് കുടിച്ചു കളഞ്ഞത്. നേരെയാണോ മോനെ പാറുമ്മ പറഞ്ഞത്? പാറുമ്മയല്ല, അമ്മൂമ്മ. ഓഹോ, അമ്മൂമ്മ എന്നാണോ വിളിക്കുന്നത്? അതെ കുഞ്ഞെ. പ്രകാശം കുഞ്ഞിനെ ഇവൻ അച്ഛാന്നാ വിളിക്കുന്നത്. പ്രകാശം കുഞ്ഞ് വന്നു. വാ മോനെ. സുജാത ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ആ സ്ഥിതിക്ക് ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. സുജാതയുടെ ഭർത്താവിനത് ഇഷ്ടപ്പെടില്ല. വല്ലപ്പോഴും ഈ കുഞ്ഞിനെ കാണാനെങ്കിലും ഞാനിവിടെ വന്നോട്ടെ. വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്നെ അത്രയ്ക്ക് വെറുപ്പാണോ? കുഞ്ഞെ കാപ്പി. എന്നാലും കുഞ്ഞെ, അതിനെ കരയിപ്പിച്ചയക്കണ്ടായിരുന്നു. അവൾ കൂടുതൽ കരയാതിരിക്കാൻ വേണ്ടിയാണ് പാറുമ്മേ ഞാനങ്ങനെ പെരുമാറി. എവിടെ അവള്? കണ്ടില്ല സാർ. ആദ്യം അമ്പലത്തിൽ നോക്കി, അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലും. അവിടെ ചെന്നപ്പോ ആ ബുദ്ധ അമ്മാവൻ എന്റെ കഴുത്താക്കി പിടിച്ചു സാർ. ഓഹോ, അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവളെ തൂക്കിയെടുത്തോണ്ട് വരാം. എന്റെ ഭാര്യ ഇവിടെ ഉണ്ടോ? മനസ്സിലായില്ല. സുജാത, അതായത് നിങ്ങളുടെ പഴയ ഭാര്യ. അവളിവിടെ ഉണ്ടോന്നാ ചോദിച്ചത്. അവളെന്തിനാ ഇവിടെ വരണം? പഴയ തൊഴുത്തിൽ വരാൻ കന്നുകാലിക്ക് താല്പര്യം കാണുമല്ലോ, അതുകൊണ്ട് അന്വേഷിച്ചതാ. ഇവിടെ ഇല്ല. എടോ, അവൾ ഈ വീട്ടിലേക്ക് വന്നത് കണ്ടവരുണ്ട്. അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കണ്ടവരോട് തന്നെ ചോദിക്കണം. അപ്പൊ തനിക്ക് അറിഞ്ഞുകൂടാ. വല്ലവന്റെയും ഭാര്യ എങ്ങോട്ട് പോകുന്ന അന്വേഷിക്കലല്ല എന്റെ ജോലി. അത് കളാ, കുറെ നാൾ താനും ഓടിച്ച വണ്ടിയല്ലേ. അപ്പൊ ഉടമസ്ഥൻ മാറിയാലും വണ്ടിയുടെ മമത കാണുമല്ലോ. മനുഷ്യ, തന്റെ ഭാര്യയെ സൂക്ഷിക്കേണ്ടത് താൻ തന്നെ, അത് മറ്റുള്ളവരുടെ ജോലിയല്ല. ശരിയാ, അവളെ സൂക്ഷിക്കാനും നിലയ്ക്ക് നിർത്താനും കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ഒന്നുകിൽ അവൾ എന്റെ തൊൽപ്പടിക്ക് നിൽക്കും, ഇല്ലെങ്കിൽ ഇന്ന് അവളുടെ അവസാനമായിരിക്കും. അയ്യോ, സുജാത കുഞ്ഞിനെ ഇന്ന് ആ ദുഷ്ടം കൊല്ലും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവളെ അയാളുടെ ഭാര്യയല്ലേ. മോനെ, എന്നോട് എന്തിനാ കള്ളം പറയുന്നത്? മോന്റെ മനസ്സിൽ എന്നും സുജാത കുഞ്ഞിനോട് സ്നേഹമില്ലേ? ഒരു കുപ്പി കുടിച്ചില്ലേ? ഇനിയും കുടിക്കണം. ആ, ഇന്ന് ഫുള്ളായിട്ട് കുടിക്കണോടി. സാർ, കൊച്ചമ്മ വന്നു. അമ്പലത്തിൽ പോയിട്ട് വരുന്നു. അമ്പലത്തിലോ? ഹ, അവൾ എവിടെ പോയതാണെന്ന് നിനക്കറിയാമോ? അവളുടെ പഴയ നായരെ കാണാൻ. അത് ചെയ്യാനുള്ള മറുമരുന്ന് എന്താണെന്നും എനിക്കറിയാം. നീ പോയിക്കോ. പോടാ. എടി മേഴ്സി, എന്നാണ് നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയില്ലേ? എന്നാ? ന്യൂ ഇയർ ബഡാക്കാനയുടെ അന്ന് രാത്രി. correct. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇന്ന് വീണ്ടും നമ്മൾ തമ്മിൽ ബന്ധപ്പെടുന്നു ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്താണ് ഗേറ്റ് തുറക്കാത്തത്? സാബ് ഇവിടെ കൂടെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഗേറ്റ് അടച്ചിട്ടത്. ഇവിടെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല. അത് പറയാൻ നീ ആരാ? സാബിന്റെ ചപ്രാസി. ഇന്ന് വരെയുള്ള സാബിന്റെ എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ സമ്മതിക്കില്ല. ഇന്നു മുതൽ ഇവളാ നിന്റെ കൊച്ചമ്മ. സുജാത കുഞ്ഞി വീട്ടിലോടത്തോളം കാലം ഞാനിത് അംഗീകരിക്കില്ല. കാര്യം? സാബിന്റെ ചവിട്ടു തൊഴിയുമല്ല ഒരക്ഷരം മിണ്ടാ സഹിക്കുന്ന ആ പാപ സ്ത്രീയെ ഇനി ഇങ്ങനെ അവമാനിക്കാൻ പാടില്ല. അത് എന്റെ ഇഷ്ടം. പാടി നീയടി അവിടെ. സാബ്, നിങ്ങൾ 10 അടിച്ചാൽ ഒന്നെങ്കിലും എനിക്ക് തിരിച്ചടിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ ചെയ്യാത്തത് ഞാൻ കുറച്ചുനാൾ നിങ്ങളുടെ ചോറ് എന്ന് പോയതുകൊണ്ടാണ്. മാധവൻ നായരെ, ഗുഡ് ബൈ. എന്റെ ഭാര്യ, ഇന്നു മുതൽ ഈ വീട്ടിലെ കൊച്ചമ്മ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ അങ്ങനെ ഒരുത്തി ഈ വീട്ടിൽ താമസിപ്പിക്കില്ല. ഈ വീട്ടിൽ എന്ത് നടക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്. ഞാൻ വലിഞ്ഞു കയറി വന്നവളല്ല. നീ നിയമം പറയുകയാണോ? അല്ല, അവകാശം പറയുന്നു. അത് പറയാൻ നീ ആരാ? നിങ്ങളുടെ ഭാര്യ. പ്രസവിക്കാൻ കഴിയാത്തൊരു ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. അതെന്നെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചവരോട് പറയൂ. അവരല്ലത് തീരുമാനിക്കേണ്ടത്, ഞാനാണ്. നീ ഇവളുടെ വേലക്കാരിയെയും മരണം വരെ ഇവിടെ കഴിയണം. കയറിപ്പൊടി. ഈ പടി ചവിട്ടി പോകരുത്. മാറി നിൽക്കടി, മാറി നിൽക്കാൻ. ഇനി എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇന്നുവരെ നിങ്ങൾ മൃഗത്തെ പോലെ എന്നോട് പെരുമാറി. നിങ്ങളുടെ എല്ലാ ക്രൂരതകളും ഞാൻ സഹിച്ചു. ഇനിയും ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും. ഇല്ല, നിങ്ങളെ കൊണ്ടത് സാധിക്കില്ല. എന്റെ ശവത്തിൽ ചവിട്ടിയിട്ടേ ഇവളെ പടി കയറിയുള്ളൂ. നീ മാറിയില്ലേ? ഇല്ല. ചേട്ടാ, ഞാനൊരു പെണ്ണാണ്. ഈശ്വരനെ വിചാരിച്ച് എന്റെ കൺമുമ്പിൽ വെച്ച്
എനിക്കത് ചെയ്യരുത്. ശബ്ദിക്കരുത്. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ ഇതെല്ലാം ചെയ്യും. അത് കണ്ണുമുന്നിനെ ഇവിടെ ചെയ്യും. എടീ, ഇല്ല, എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല അല്ലേ? അവളെ തൊട്ടുപോകരുത്. നീ എന്ത് ചെയ്യും? നിന്റെ കൈ ഞാൻ വെട്ടും. അത് പറയാൻ നീ ആരാ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഇവളെന്റെ ഭാര്യയാണ്. അതിപ്പോ. അതിനു മുമ്പ് ഇവൾ എന്റെ ഭാര്യയായിരുന്നു. അന്ന് വാക്കുകൾ കൊണ്ടുപോലും ഞാൻ ഇവളെ വേദനിപ്പിച്ചിട്ടില്ല. ഇനി നീ ഇവളെ തൊട്ടാൽ നീ എന്ത് ചെയ്യും? തൊട്ടു നോക്ക്. എടീ, അയ്യോ ചേട്ടാ, സുജാതെ, നിനക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ട്. എങ്കിൽ ഇപ്പൊ ഇറങ്ങിപ്പോ. ഒരു ചുവട് നീങ്ങിയാൽ നിന്നെ ഞാൻ ശരിയാക്കും. നീ ഒരു ചുക്കും ചെയ്യലടാ. സുജാത ധൈര്യമായിട്ട് പോകണം. നിന്റെ മറ്റവൻ പറഞ്ഞത് കേട്ട് നീ പോകുമല്ലേടി? നിന്നെ ഞാൻ ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം. എനിക്കിനി ഈ ലോകത്ത് വീടില്ല. സുജാതെ, ഞാൻ നിന്നെ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ടില്ല. നിനക്ക് മറ്റെങ്ങും അഭയമില്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരാം. ചേട്ടനൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്തവളാണ് ഞാൻ. നമുക്കൊരു മകനുണ്ട് സുജാതെ, എന്റെയും നിന്റെയും മകൻ.